history will be more kinder to me than the contemporary media. ചരിത്രം നീതിപൂർവകമായി തന്നോട് പെരുമാറുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് 100% അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. കാരണം അദ്ദേഹം അന്തരിച്ചതിന് ശേഷം രാജ്യാന്തര രംഗത്തെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ നല്ലതുപോലെ അനുസ്മരിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ജനാധിപത്യത്തെ ഇത്രയേറെ ശക്തമാക്കുന്നൊരു നിയമനിർമ്മാണം, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, റൈറ്റ് ടു ഫോറസ്റ്റ് ആക്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പേരിൽ കനത്ത എതിർപ്പ് നേരിടേണ്ടി വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ജനക്ഷേമകരമായ മൻരേഗ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനപ്രിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകമുലയുന്ന ഘട്ടത്തിലും ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്ഥിരതയോടുകൂടി നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഒരിക്കലും രാജ്യത്ത് വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട തരത്തിൽ വിലയിരുത്തപ്പെടാതെ പോയ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്, ഭരണ നേതൃത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് AICC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാജ്ഘട്ടിൽ സമാധി സ്ഥലം ഒരുക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. 10 വർഷം പ്രധാനമന്ത്രി, 5 വർഷം ധനമന്ത്രി, RBI ഗവർണർ, അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ തുടങ്ങി മറ്റാരേക്കാളും നിർണായകമായ സംഭാവനകൾ രാജ്യത്തിന് നൽകിയ അദ്ദേഹത്തിന് സമാധി സ്ഥലം ഒരുക്കേണ്ടത് രാജ്ഘട്ടിൽ തന്നെയായിരുന്നു. നിർഭാഗ്യവശാൽ അതിന് കഴിഞ്ഞില്ല. സമുചിതമായ സ്മാരകം തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ വളരെ അഭിമാനബോധത്തോടുകൂടി അവസരത്തിൽ ആദരവ്.